ഈ കൺവെർഷൻ മതപരിവർത്തനം വലിയ വിവാദമാണ് കേരളത്തിലാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ വരുന്നു. ഈ ക്രിസ്മസ് കാലത്ത് തുടങ്ങിയതാണ്. ഇനി തിരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇത്തരം വാർത്തകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കും. ഇവർ പറയുന്നത് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധിത നിയമമുണ്ട്. അത് ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾ ലംഘിക്കലാണെന്ന് പറയുന്നു. അതെങ്ങനെയാണ് ശരിയാവുന്നത്? അത് ശുദ്ധ ബോഷ്കാണ്, ശുദ്ധ വിവരക്കേടാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം നുണ പറയുന്നതാണ്. ഈ പള്ളിയിൽ അച്ഛന്മാരുടെ നല്ലൊരു ശതമാനം വാ തുറന്ന കള്ളേ പറയുള്ളൂ. നമ്മൾ എത്രയോ നാളായി കേട്ടുകൊണ്ടിരിക്കണേ. ഇപ്പം അറിയില്ലേ, സുനിലൊക്കെ അറിയായിരിക്കും, ഒരു ഫാദർ ബെനഡിക്റ്റ് ഓണംകുളം എന്നൊക്കെ പറഞ്ഞൊരു കൊലക്കേസിലെ പ്രതിയായിരുന്നു അയാള്. ബെനഡിക്റ്റ് സെയിം തിങ്. അയാളെ ഈ മാടത്തൊരു മറ്റേ മറിയക്കുട്ടീനെ കൊന്നിട്ട് സകല തെളിവും സയ്യിദാണ് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയത്. അയാളെ കൊല്ലം സെഷൻസ് കോടതിയാണ് അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇതിന്റെ റാറ്റിഫിക്കേഷന് വേണ്ടി ഹൈക്കോടതിയിൽ അയച്ചു. അപ്പൊ ഇയാൾ അപ്പീലും കൊടുത്തു, ഇയാളെ വെറുതെ വിട്ടു കോടതിയിൽ നിന്ന്. ആ പള്ളിയിൽ അച്ഛനായതുകൊണ്ട്. അപ്പൊ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട 2-3 രാഷ്ട്രീയക്കാരോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അതിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അതിനെതിരെ ഞങ്ങൾ അപ്പീൽ കൊടുക്കാറുണ്ട്. അത് എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ TV തോമസിന്റെ അടുത്തൊക്കെ ചോദിക്കണം എന്നാണ് പറഞ്ഞത്. കേരള സർക്കാർ അപ്പീലിന് പോയില്ല. അപ്പീൽ പോയില്ല. അത് ഭയങ്കര തെറ്റല്ലേ ചെയ്തത്. ശിക്ഷിക്കപ്പെടുമായിരുന്നു. ഷുവർ. ഇപ്പൊ ആ കോട്ടയത്തെ ഏതോ പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനുള്ള ദേവദാസൻ സഹനദാസൻ ആവുമായിരിക്കും. അതിപ്പോ ഓൾറെഡി നമ്മുടെ ഇനി ഈ മട്ടിന് പോയി കഴിഞ്ഞാൽ എന്താ ഇവിടെ ആന്റണി ലാസർ അല്ലേ, ഒരു പള്ളിയിൽ അച്ഛൻ ഉണ്ടായിരുന്നു നീണ്ടകരയിലും. അതൊരു മേരിക്കുട്ടി എന്ന് പറഞ്ഞ പെണ്ണിനെ ആളെ വിട്ട് കൊല്ലിപ്പിച്ചു, കോൺസ്പിറസി ആംഗിള്. അത് ദിലീപിന്റെ കേസ് പോലെയൊന്നും അല്ല, അത് ശരിക്കും തെളിയിച്ചു കോൺസ്പിറസി നടത്തിയെന്നും പറഞ്ഞു. അച്ഛനെ കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഹൈക്കോടതിയിൽ പോയപ്പോ ഹൈക്കോടതി അത് ജീവപര്യന്തി ആക്കി. അതിപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ലതാണ്. ഇപ്പൊ പള്ളിയിൽ പോയ ആൾക്കാരെയൊക്കെ കുർബാനയൊക്കെ ചെല്ലിച്ച് അതിപ്പോ ഏതൊക്കെയോ പള്ളിയില് എവിടെ പോയി പേര് മാറ്റി ഒതുങ്ങി കൂടി ജീവിക്കാൻ തോന്നുന്നു. കുറിച്ചിയിലെ ജോളി നല്ല ആൾക്കാരാണ്. ഒരു തന്നെ ഇവിടുന്ന് ഒരു പെങ്കുച്ചന് ഗർഭം ഉണ്ടാക്കി കൊടുത്തിട്ട് കാനഡയ്ക്ക് മുങ്ങാൻ പോയ അച്ഛനെ പോലീസ് പിടിച്ചോ, അതും സുനിലിന്റെ ഓർമ്മയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഹിന്ദു സന്യാസിമാരെ പറ്റി പറയുമ്പോ, ഹിന്ദു സന്യാസിമാരെന്ന് പറഞ്ഞ ഈ സുനിൽ സ്വാമി എന്നൊക്കെ പറഞ്ഞ ഒരുത്തരുണ്ട് പാലക്കാട്. അയാളെയൊക്കെ ദിവ്യനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. നമുക്കത് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ധൈര്യമുണ്ട്. ക്രൈസ്തവ സഭയിലുള്ളവർക്ക് അതിന് ധൈര്യമില്ല എന്നുള്ള. പിന്നെ ഈ മതപരിവർത്തനം ബേസിക് റീസൺ എന്താണെന്നറിയാമോ സുനിൽ? അഗസ്റ്റസ് കാംറ്റസ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ഫിലോസഫർ ഉണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതാണ്. ഐ ഡോണ്ട് റിമെമ്പർ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെമോഗ്രഫി ഈസ് ദ ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഡെമോഗ്രഫി എന്ന് പറയുന്നത്, അതായത് ജനങ്ങളുടെ മതവിശ്വാസികൾ, അത് ആ രാജ്യത്തിന്റെ ഐഡന്റിറ്റിയാണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയും, ഇപ്പൊ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഹിന്ദു പോപ്പുലേഷൻ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഹിന്ദുസ് വിൽ ബി ഔട്ട്. അവരെ മുഴുവൻ ഇവിടെ നിന്ന് ഓടിച്ചുവിടുക, അല്ലെങ്കിൽ അവർ നന്നായിട്ട് ഉപദ്രവിക്കുക ക്രിസ്ത്യാനികൾ. ഇപ്പൊ മുസ്ലിം പോപ്പുലേഷൻ ഇങ്ങനെ വർദ്ധിക്കുന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ആശങ്ക പ്രകടിപ്പിക്കുന്നത്? അത് നമുക്കറിയാം, അവര് മെജോറിറ്റി ഒന്നും ആവണ്ട, 30% ആയി കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടം തീർത്തു തരും. ലോകത്ത് മുഴുവൻ കണ്ടോണ്ടിരിക്കുക, എല്ലായിടത്തും കാണുകയാണ് ഇത്. അല്ല, അങ്ങ് ശ്രദ്ധിച്ചോ, ഇപ്പൊ ഇറാനിൽ വലിയ കലാപം നടക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഒരിടത്ത് വായിച്ചു, ഇറാനിൽ ഈ ഷിയ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമുള്ള രാജ്യമാണെങ്കിലും അവിടെ കുറേ വർഷങ്ങളായിട്ട് കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ ഷിയ മുസ്ലിങ്ങളിലെ 40% ആളുകൾ ക്രിസ്ത്യനായി കഴിഞ്ഞു, ഇവാഞ്ചലൈസ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ നടക്കുന്ന സമരത്തിന്റെ മുന്നിൽ ഈ കൺവേർട്ടഡ് ക്രിസ്ത്യൻസാണ് എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് അമേരിക്കയ്ക്ക് വേണ്ടി ട്രംപ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ സമരം ചെയ്യുക, ആവശ്യം വന്നാൽ ഞാൻ സഹായിക്കും, റിജീം ചേഞ്ചിന് വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെ പറയുന്നു. എന്നിട്ട് ഈ പറഞ്ഞൊരു ആർട്ടിക്കിൾ അവസാനിക്കുന്നത്, അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, തെലങ്കാന, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു 30-40% കൺവേർഷൻ നടന്നു കഴിഞ്ഞു. നാളെ ഇന്ത്യക്കെതിരെ അമേരിക്ക ഒരു നിലപാടെടുത്താൽ അമേരിക്കയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ആർട്ടിക്കിൾ അവസാനിക്കുന്നത്, അത് ഈ എഴുതിയ ആളോട് ഒരാൾ ചോദിച്ചു, ലോകത്തെ പല രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് ആർമി ബേസുകളുണ്ടല്ലോ, ഇന്ത്യയിൽ പക്ഷേ അതില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ആര് പറഞ്ഞു ഇല്ലെന്ന്? ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യൻസിൻ ഓരോ ക്രിസ്ത്യാനിയും ഓരോ അമേരിക്കൻ ബേസാണെന്ന്. തീർച്ചയായിട്ടും അത് വളരെ ശരിയാണ്.
അങ്ങിപ്പോ ആന്ധ്രാപ്രദേശും അതുപോലെയുള്ള കുറച്ച് സംസ്ഥാനങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഞാന് മിനിങ്ങാന്നൊരു 3 ദിവസം മുമ്പ് എനിക്കൊരു സുഹൃത്തുണ്ട് പഞ്ചാബില്, ജഗ്മോഹൻ സിംഗ് രാജു എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥനായിരുന്നു, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു തമിഴ്നാട് ഗവൺമെന്റിന്റെ. അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത നാട്ടിൽ പോയി. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചു, ഈ ഫ്രീഡം ഓഫ് റിലീജിയൻ ബില്ലിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറയണത് എന്താന്ന് വെച്ചാല്, പഞ്ചാബില് ഒരു 20-25% പേരെങ്കിലും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മദ്രാസിലുള്ളൊരു ജീസസ് കോൾസ് എന്ന് പറഞ്ഞ സംഘടനയൊക്കെ ഉണ്ടല്ലോ, ബ്രദർ ദിനകരൻ, അയാളൊക്കെ അവിടെ പോയി ദിവസവും ഈ എന്താ അതിനൊരു പേരുണ്ടല്ലോ യോഗത്തിന്, അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും സംഗീത വിരുന്നും അങ്ങനെ കൺവേർട്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ പണ്ടത്തെ പോലെ അങ്ങനെയല്ല. സുനിലിന്റെ ഓർമ്മയുണ്ടോ, ഈ നമ്മൾ പണ്ട് മതം മാറുമ്പോൾ അതിന് കുറെ ഒരു നടപടി ക്രമങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം, അത് കഴിഞ്ഞ് നമ്മൾ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയിട്ട് അഫിഡവിറ്റ് കൊടുക്കണം, അത് കഴിഞ്ഞ് നമ്മൾ പേര് മാറ്റണം, ഇത്രാം തീയതി തൊട്ട് നമ്മൾ ക്രിസ്തു മതത്തിലെ വിശ്വാസിയാണെന്നൊക്കെ ഉള്ളത്. ഇപ്പൊ അതൊന്നും വേണ്ട. 2004 സോണിയാഗാന്ധി അധികാരത്തിൽ വന്ന് പതുക്കെടുത്ത് മാറ്റി. അവര് മറ്റേ കത്തോലിക്ക സ്ത്രീയാണല്ലോ അവര് ഈ മതപരിവർത്തനത്തിന് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യണ കോൺഗ്രസ്സുകാർ. അതുകൊണ്ടാണ് അവർക്ക് ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കമ്മിറ്റി എന്നാണ് അതിന്റെ പേര് തന്നെ. ഈ AICCയുടെ ഇപ്പോഴത്തെ പേര്. കോൺഗ്രസ്സുകാർ പറയുന്നത് ഇത് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ അതിശക്തനായ ഒരു കോൺഗ്രസ് നേതാവ് എന്റെ അടുത്ത് പറഞ്ഞാണ്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറഞ്ഞ പേരൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ അത് ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കമ്മിറ്റി എന്നാണ് പേര്. ഞാൻ പറയും സുനിലിന്റെ അടുത്ത് ഞാൻ പിന്നെ പറയാം. ഐ ഡോണ്ട് വാണ്ട് ടു ട്രബിൾ ഹിം. അദ്ദേഹത്തിന്റെ വീട്ടുകാരും അവരൊക്കെ ഈ പ്രോഗ്രാം ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇത് ഈ ഞാൻ പറഞ്ഞ ഇവര് അഗസ്റ്റസ് കോംപ്റ്റസിന്റെ ഈ കോട്ടാണ്, റിലീജിയസ് ഡെമോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് മദ്രാസിലെ സെന്റർ ഫോർ പോളിസി സ്റ്റഡീസ്. അത് RSS ഓർഗനൈസേഷൻ ഒന്നും അല്ല കേട്ടോ, ശാസ്ത്രജ്ഞന്മാർ നടത്തുന്ന സംഘടനയാണ്. അവര് ഒരു പുസ്തകം എഴുതിയ 2011 വരെയുള്ള സെൻസസിനെ അതിന്റെ റിസൾട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം എഴുതി, 2 വോള്യമായിട്ട് പ്രസിദ്ധീകരിച്ചു. അതിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത് നമ്മുടെ മുൻ ഉപപ്രധാനമന്ത്രി ശ്രീ LK അദ്വാനിയാണ്. അദ്വാനി അതിനകത്ത് ഈ ആമുഖത്തിൽ ആദ്യത്തെ കാര്യം എഴുതി, എന്തുകൊണ്ടാണ് വൈ ഡെമോഗ്രഫി ഈസ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ഡെമോഗ്രഫിക്ക് ഇത്രമാത്രം പ്രാധാന്യം. അതാണ് പറഞ്ഞത്, ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഐഡന്റിറ്റിയാണ്. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ആയിരിക്കില്ല ഈ രീതിയിൽ കൺവേർഷൻ നടത്തി ക്രിസ്തു റിപ്പബ്ലിക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ഇവിടുത്തെ കൃഷ്ണനെയൊക്കെ അവർ ക്രിസ്തുവാക്കി മാറ്റും. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ആവുന്നു, മുരുകന്റെ രൂപത്തിലൊക്കെയാണ്. മുരുകനെയൊക്കെ വേണമെങ്കിൽ മാർട്ടിൻ എന്നുള്ള പേരിലായിരിക്കും നമ്മൾ നാളെ ഇതാക്കേണ്ടി വരും. ഞാൻ കളിയറിയാം. അതെ അതെ അതെ. ഇപ്പൊ തന്നെ ബിഷപ്പ് ഹൗസിന്റെ പേരെന്താ അറിയോ തമിഴ്നാട്ടില്? സ്വാമിയാർ മഠം. ഇവരുടെ ബൈ നെയിം. പണ്ട് മതം മാറി കഴിഞ്ഞാൽ തോമസ് എന്നോ അല്ലെങ്കിൽ കുര്യാക്കോസ് എന്നോ എന്തെങ്കിലും പേര് എഴുതായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ പേരൊന്നും വേണ്ട. ഇപ്പൊ നമുക്ക് നമ്മുടെ പേര് ഉപയോഗിക്കാം. നമ്മൾ ഗസറ്റിലൊന്നും പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഫ്രീ. Only thing is that you should listen to the what they പാതിരിയും അതുമൊക്കെ പറയണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സിറിയക് തുണ്ടിയിൽ എന്നിട്ട് പറഞ്ഞൊരു പാതിരിയുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കണു, ഇന്ത്യയിലെ ആദ്യത്തെ മറ്റേ അല്ല ഈ ജനങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണെന്ന് ഇന്ത്യയിൽ മൂപ്പര് പറയണം. അപ്പൊ ഏതോ ഒരു പുസ്തകം കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് മറുപടി എഴുതി, അതായത് ഈ തിരുവനന്തപുരത്ത് ഒരു മലയുണ്ട്, അഗസ്ത്യ മല എന്ന് പറഞ്ഞാൽ, അത് സെയിന്റ് അഗസ്റ്റിൻ വന്ന് സ്ഥാപിച്ച മല എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ പറയണ. അയ്യപ്പന്റെ പേര് മാറ്റി, അയ്യപ്പ് എന്ന് പറഞ്ഞ ആളാണ് അയ്യപ്പനായി മാറിയത്. പിന്നെ ശബരിമല ശൗര്യാർ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയുടെ പേരാണെന്ന്, അത് ഹിന്ദുക്കൾ കൺവേർട്ട് ചെയ്ത് ശബരിന്നാക്കിയതാണ്. വില്ലുമെങ്കിലും സ്വാമിയാര് വില്യം ഡി മംഗലത്ത് മഠം എന്ന് പറഞ്ഞ നാടാർ ക്രിസ്ത്യൻ ആക്കിയ ആൾക്കാരാണ് ഇവര്. അവര് പറയണത് ഇതൊക്കെ എഴുതിയിട്ടുള്ളതാണ് പുസ്തകത്തിൽ. ഇവര് പറയണത് മുഴുവനും ഇത് എന്നിട്ട് പണ്ട് ഈ നമ്മുടെ മതപരിവർത്തനത്തിനെ പറ്റിയിട്ട് അവർ അവകാശപ്പെടുന്ന ഞങ്ങളൊക്കെ ഇവിടെ ഈ സെന്റ് തോമസ് വന്ന് കേരളത്തിൽ വന്നിട്ട് മതം മാറ്റും, ഇങ്ങനെ വെള്ളം തളിച്ച് മതം മാറ്റിയതാണ്, സ്നാന ഇത് ചെയ്യിപ്പിച്ചാണ്. ഒന്നാമത്തെ സെന്റ് തോമസ് വന്നിട്ടില്ല എന്നുള്ള കാര്യം MGS നാരായണൻ മാത്രമല്ല, ജോസഫ് റാറ്റ്സിംഗർ എന്ന് പറഞ്ഞ പോപ്പില്ലേ, പോപ്പ് ജോൺ പോൾ II മരിച്ചു കഴിഞ്ഞപ്പോ ഒരു പുതിയ പോപ്പ് വന്നു.
അയാൾ പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ ഏഷ്യയിലേ വന്നിട്ടില്ല, സെന്റ് തോമസ്, പിന്നെ എങ്ങനെ ഇവിടെ വന്നു? അപ്പൊ സെന്റ് തോമസ് മൗണ്ട് ഇല്ലേ മദ്രാസിൽ, അവിടെയുള്ള ശവകുടിയിൽ ഏതോ ഒരു തോമാച്ചന്റെ മൃതദേഹം അവിടെ കൊണ്ട് കുഴിച്ചിട്ട്. അത് കഴിഞ്ഞപ്പോ മന്നത്ത് പത്മനാഭൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിത സ്മരണകൾ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, ഈ ക്രിസ്ത്യാനികൾക്കൊരു സൂക്കേടുണ്ട്, ഞങ്ങളെയൊക്കെ നമ്പൂതിരിമാരായിരുന്നു ഞങ്ങളുടെ പൂർവികര്, എന്നിട്ട് ഞങ്ങളെ വെള്ളം തെളിച്ച് മാമോദിസ മുക്കി ക്രിസ്ത്യാനികളാക്കിയതാണ്. അപ്പൊ അതിലൊരു കാര്യം ഇവര് മിണ്ടൂല. ഈ നമ്പൂതിരിമാരെന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിൽ വളരെയധികം പ്രാമുഖ്യവും മേധാവിത്വവും ഒക്കെ ഉള്ള, സാമൂഹ്യമായിട്ട് ഭയങ്കര ഉന്നതിയിൽ നിൽക്കണ ഒരു ബ്രാഹ്മണൻ നമ്പൂതിരിയും അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കണ നമ്പൂതിരിമാരൊന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല, കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് അക്കാലത്ത് അവർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, അവര് വേദിക് പണ്ഡിതന്മാരാണ്, അവർക്ക് ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ആവശ്യമില്ല. മഹാരാജാവിന്റെ വീട്ടിൽ ഒരു മരണം നടന്നാൽ അല്ലെങ്കിൽ ഒരു ജനനം നടന്നാൽ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ നടന്നാൽ ഇവർക്ക് കരമൊഴിവായിട്ട് ഇഷ്ടംപോലെ ഭൂമികൾ ദാനം ചെയ്യായിരുന്നു. അത് മാത്രമല്ല, രാജാവ് നമ്പൂതിരിമാര് വന്ന രാജാവ് എഴുന്നേറ്റ് നിന്ന് അഭിഷേകം. അപ്പൊ അങ്ങനെയുള്ള നമ്പൂതിരിമാരെ എന്തിന് ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് ചോദിച്ച് മന്നത്ത് പത്മനാഭൻ ഒരു ലേഖനം എഴുതി. ഇവര് അതിനൊന്ന് മിണ്ടൂല അവരത്. അത് പിന്നെ വേറൊന്നുണ്ട്, പഞ്ചകല്യാണി നിരൂപണം വായിച്ചിട്ടില്ലേ? അയ്യോ, അത് ഒരു ചിത്രമെഴുത്ത് KM വർഗീസ് എന്ന് പറഞ്ഞ ഒരു അച്ചായനുണ്ട്, കോട്ടയം സൈഡിലുള്ള. അയാൾ മലയാള മനോരമയിലൊക്കെ സ്ഥിരം എഴുതിക്കൊണ്ടിരുന്നു. അയാൾ എഴുതിയിരുന്ന എന്താ ഒരു പഞ്ചകല്യാണി എന്ന് പറഞ്ഞ ഒരു കുതിരയുണ്ടായിരുന്നു. ബിഷപ്പ് മാർ അത്തനാസിസോ മാർ ദിവാന്യാസിസ് തിരുമേനി, ഈ തിരുമേനി അതിനകത്ത് വരുമ്പോ എല്ലാ നായന്മാരും പിന്നെ ഈഴവരും പിന്നെ നമ്പൂതിരിമാരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നൊക്കെ പറഞ്ഞ എഴുതിയ ആ പുസ്തകം ആരും വായിച്ചില്ല. പക്ഷെ ആ പുസ്തകത്തിന് ആരും നിരൂപണം ചെയ്തില്ല, ഒരാൾ നിരൂപണം ചെയ്തു, മന്നത്ത് പത്മനാഭൻ, പഞ്ചകല്യാണി നിരൂപണം എന്ന് പറഞ്ഞു. ആ പുസ്തകം വായിച്ചതിനേക്കാളും കൂടുതൽ ഇരട്ടി ആൾക്കാർ നിരൂപണം വായിച്ചു. അത് മാത്രമോ ഈ ക്രിസ്തി പാതിരിമാർ എന്ത് ചെയ്തെന്ന് പറയും, പുസ്തകം മേടിച്ചുകൊണ്ട് മൊത്തം കത്തിച്ചു കളഞ്ഞു, പുറത്ത് കാണിക്കാൻ. അത് മന്നത്ത് പത്മനാഭന്റെ സമ്പൂർണ്ണ കൃതികളിൽ ആ പുസ്തകം ഉണ്ട്, പഞ്ചകല്യാണി നിരൂപണം ഉണ്ട്. അത് വായിക്കണം കേട്ടോ, യു ഷുഡ് റീഡ് ദാറ്റ്. കാരണം സുനിലിനെ പോലെ ഒരാളുടെ ആ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ സുനിലെ തവിട് പിടിയാക്കാം. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഒരു രാജ്യത്തിന്റെ ഡെസ്റ്റിനി, വിധി, ഭാവി, അത് മുഴുവൻ ഇതാണ്. ഇവരെന്തുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യുന്നതിന് ഒരു പ്രധാന കാരണം, സുനിലറില്ലേ, പണ്ടൊക്കെ ഈ പാവപ്പെട്ട ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നും പെൺകുട്ടികളെ മഠത്തിൽ ചേർക്കും. ഇപ്പൊ കല്യാണം കഴിച്ച അയക്കാനായിട്ട് സ്ത്രീധനമൊന്നും കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഫാമിലിയിലാണെങ്കിൽ അവരെ മഠത്തിൽ വിടും, മഠത്തിൽ ചേരും, കന്യാസ്ത്രീകളാകും. പിന്നെ അവർക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും പൈസയൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് 5 6 പെൺപിള്ളേരൊക്കെയുള്ള വീട് എല്ലാം ഉണ്ടല്ലോ. അവർ ഈ കുടുംബാസൂത്രണത്തിലൊന്നും വിശ്വസിക്കണല്ലോ, കുടുംബാസൂത്രണമല്ല, കുടുംബക്ഷേമം, അതൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാരല്ലേ. അപ്പൊ ഇവര് ഈ കന്യാസ്ത്രീകളെ മുഴുവനും പെൺകുട്ടികളെ മുഴുവൻ കന്യാസ്ത്രീകളൊക്കെ മഠത്തിൽ വിടുകയായിരുന്നു. ഇപ്പോ ക്രൈസ്തവർ സാമ്പത്തികമായിട്ട് ഭയങ്കര ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ വീട്ടിൽ നിന്ന് പെൺകുട്ടികളൊന്നും പോവില്ല. അഥവാ അച്ഛനും അമ്മയോ അവരെ നിർബന്ധിച്ച അമ്മേനെ അയക്കാൻ പറയും, വേണമെങ്കിൽ ഞങ്ങൾക്ക് കല്യാണം കഴിച്ചു സുഖമായിട്ട് ജീവിക്കണം എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ആദിവാസി മേഖലകളിലും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരെയും സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഈ ഹൈന്ദവ സമൂഹത്തിലെ ആൾക്കാരെയൊക്കെ മതപരിവർത്തനം നടത്തി അവരെ മഠത്തിൽ കൊണ്ടാക്കുക. എന്നിട്ട് അതുപോലെ ഇതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെയുണ്ട് സുനിൽ. എന്താ ഇത്, സോണിയ ദൂഗൽ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് വനിത ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ നൺ റണ്ണേഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കേരളത്തിൽ വന്നു അവര്. ഈ കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ പള്ളിയിൽ അച്ഛന്മാർ ചെയ്യുന്ന പോക്കിരിത്തരത്തിനെ കുറിച്ചിട്ട് ആ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, പരാമർശമുണ്ട് വളരെ വ്യക്തമായിട്ട്. അവര് ഇവിടുന്ന് കൊണ്ടുപോയ പല കുട്ടികൾ അവിടെ പോയി അസുഖം പിടിച്ച് മരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഈ പുസ്തകം എഴുതിയേക്കണത്. അത് സീരിയലൈസ് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ ആദ്യം വായിക്കണം. ഏതിലാണ് വന്നതെന്നറിയാമോ? നമ്മുടെ CPI-ക്കാരല്ലേ, ഹിന്ദുക്കളെ കൊല്ലാൻ നടക്കുന്ന കുറെ ഉണ്ടല്ലോ, ബിനോയ് വിശ്വത്തിന്റെ CPI, അതിന്റെ ജനയുഗം എന്ന് പറഞ്ഞൊരു ആഴ്ചപ്പതിപ്പുണ്ട്, അതിനകത്ത് സീരിയലൈസ് ചെയ്ത് വന്നതാണ് പണ്ട്. പിന്നീടാണ് ഞാൻ ഒരു സുഹൃത്ത് ലണ്ടനിൽ നിന്ന് വരണുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ ഒരു പുസ്തകം ഒന്ന് മേടിച്ചുകൊണ്ട് വരണം എന്നാണ്. അയാൾ അങ്ങനെയാണ് ഞാൻ അത് ആദ്യമായിട്ട് വായിച്ചത്. ഇന്ത്യയിൽ കിട്ടും. ഇപ്പൊ അത് തീർന്നു. അത് 1970 പ്രസിദ്ധീകരിച്ച പുസ്തകം പറ്റിയാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് അവർ മതം മാറ്റണം, ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഞെട്ടിപ്പോകും. നമ്മുടെ ഭരണഘടനയിൽ
പ്രചരണത്തിനുള്ള അവകാശവും ഇല്ല മതം മാറ്റാൻ മതം മാറ്റാനായിട്ടുള്ള അവകാശം എങ്ങും പറഞ്ഞിട്ടില്ല ഒരു മതത്തിന്. ഇപ്പൊ സുനിലിന് ഹിന്ദു മതത്തിലേക്ക് ആരെയും ബൈ നിർബന്ധപൂർവ്വം കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഹിന്ദു മതത്തെ പറ്റി പോയി പറയാൻ വേണമെങ്കിൽ ഇത് നല്ല അഞ്ഞൂറ് പോരെ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അമ്പലത്തിലും ഉള്ള ഒരു ഇതുമില്ല, നിങ്ങൾ നിങ്ങളുടെ തോന്നി പോലെ ജീവിച്ചോ, സിഗരറ്റ് വലിച്ചോ, കള്ളു കുടിച്ചോ, മദ്യപിച്ചോ, മാംസം തിന്നോ, ഒന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഹിന്ദുവായിട്ട് ജീവിക്കണോട്ടൊന്നും പറഞ്ഞു പോരാ, അത്രേ ഉള്ളൂ. അതേപോലെ അവർക്കും ചെയ്യാൻ വേണേ പോയിട്ട് ഇവിടെ പറയുന്ന മതം മാറ്റൽ ഞങ്ങളുടെ ഒരു അവകാശമില്ല, മതം മാറ്റാനായിട്ട് അവർക്ക് ഒരു അവകാശമില്ല, അത് തെറ്റാണ്. ഭരണഘടന അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. You can profess your religion, you can propagate your religion, you can practice your religion. 3 P's: propagate, practice and എന്താ പറയണ പ്രൊഫസ് ചെയ്യാം. പക്ഷെ മതം മാറ്റാൻ പറയാനായിട്ടുള്ള അധികാരമില്ല. ഇപ്പൊ ഞാൻ ജഗ്മോഹൻ സിംഗ് രാജുവിന്റെ അടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞില്ല, അദ്ദേഹം പറയാം വി ആർ സർപ്രൈസ്ഡ്. സർദാർജിമാരിൽ നല്ലൊരു ശതമാനം കൺവേർട്ടഡ് ആയി കഴിഞ്ഞിരിക്കുന്നു ക്രിസ്ത്യാനിറ്റിയിലേക്ക്. 25% ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ടാവും ഇപ്പൊ പഞ്ചാബിൽ യഥാർത്ഥത്തിൽ. പക്ഷെ പുറത്ത് പറയില്ല ആൾക്കാരെ, അവനെന്തൊരു ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഞങ്ങൾ മതം മാറ്റുന്നില്ല, മനപരിവർത്തനമാണ്. വാട്ടെവർ ഇറ്റ് മേ ബി, ഇറ്റ് ഇസ് മതം മാറ്റം. പണ്ട് 2005 2004 കോഴിക്കോട് വല്ല തെരീസന്റെ ആൾക്കാർ, ഒരു സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞില്ലേ, അവര് പോയി അവിടെ പോയി അരിയും കൊടുത്ത് മറ്റേ ഭക്ഷണം, അരിയും പിന്നെ എന്താണ് ഗോതമ്പ് മാവോ മൈദപ്പൊടിയൊക്കെ കൊടുത്ത് കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇവർക്കൊക്കെ ആദിവാസികൾക്ക് ഭക്ഷണം കൊടുത്ത് മതം മാറ്റുന്നുണ്ട്. അവിടെ ഒരു കന്യാസ്ത്രീ ഇന്നലെ ചാനലിൽ വന്ന് നിലവിളിച്ചു, എനിക്ക് ഭക്ഷണം തരുന്നില്ല എന്ന്. ഫ്രാങ്കോ ലൂയിസിനെതിരെ കേസ് കൊടുത്ത കന്യാസ്ത്രീക്ക് ഭക്ഷണം പോലും തരുന്നില്ല. അവരിപ്പോഴും അതിലാണോ ഉള്ളത്? അതെ അതെ, അവർ ഇന്നലെ ഞാൻ ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു. ഓഹോ, എനിക്ക് ഭക്ഷണം തരുന്നില്ല. കഷ്ടം. അല്ല, ഇത് ശരിക്കും പറഞ്ഞ ഇന്നലെ ഇപ്പൊ മധ്യപ്രദേശിൽ, ഇന്നലെയല്ല മിനിങ്ങാന്ന് ഉത്തർപ്രദേശിൽ അക്ബർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 4 പുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവര് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നു. ബൈ ഫോഴ്സ്, ബൈ കോയർഷൻ, എന്താണ് സമ്മർദ്ദത്തിലാക്കിയിട്ട് മതപരിവർത്തനം നടത്തുന്നു. അവരുടെ അടുത്ത് നിന്ന് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ നാളെ നോക്കിക്കോ, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അവര് എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ഇവിടെ കേരളത്തിൽ ഒരു ചങ്ങാതി ഉണ്ടല്ലോ, കർദിനാൾ ക്ലിമ്മിസ് എന്നൊക്കെ പറഞ്ഞു, അയ്യോ ഹിന്ദുക്കൾ എത്രമാത്രം വെറുക്കണ ഒരു പള്ളിയിലച്ഛൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അയാളോട് സംസാരിച്ചുള്ള, പക്ഷെ അയാളുടെ വാക്കുകൾ പ്രസംഗിക്കുമ്പോൾ ടി വിയിൽ വരുമ്പോഴൊക്കെ കാണാം അയാളുടെ മനുഷ്യരുള്ള ഹിന്ദുക്കളോടുള്ള വെറുപ്പ്. അയാളോട് ഹിയർ ഒരു പ്രത്യേക അജണ്ടയോട് കൂടിയാണ് അയാൾ വർക്ക് ചെയ്യണം മുഴുവനും. ഇവര് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 2014 ഇയാള് അധികാരത്തിൽ വന്ന് 1 മാസം കഴിഞ്ഞില്ല ഇയാൾ സ്റ്റേറ്റ്മെന്റ് ചെയ്തു, നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ക്രൈസ്തവർ സുരക്ഷിതരല്ല ഭാരതത്തിൽ. സർക്കാർ വന്നിട്ട് 1 മാസം അതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇതിനു മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി. 98 വാജ്പേയി അധികാരത്തിൽ വന്നു. എൻ്റെ അമ്മയെ അന്ന് സ്ഥിരം കരച്ചിലായിരുന്നു ഇവര്. അതായത് ഞങ്ങളുടെ പള്ളി തകർത്തു, ഞങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാരെ തല്ലി, കന്യാസ്ത്രീകൾ തല്ലി. എന്താ നടക്കണമെന്നറിയോ? അതിന്റെ മോഡസ് ഓപ്പറാൻഡി അവർ പറഞ്ഞുതരും. കുറെ പേര് സൈക്കിളിലും 2 വീലറിലും കൂടി ഇവിടെ വന്നു, ഇൻക്ലാബ് സിന്ദാബാദ്, ഹിന്ദുയിസം സിന്ദാബാദ് സിന്ദാബാദ് എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന് ഞങ്ങളെയൊക്കെ തല്ലി ഓടിച്ചു. അപ്പൊ ഇവ ഭോഷ്കന്മാർക്ക് അറിയില്ല, അവർ RSSകാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ മറ്റേ നമ്മുടെ ബജറംഗ് ദൾ ആണെങ്കിലും ശ്രീരാമസേന ആണെങ്കിലും അവരാരും ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കില്ല. തല്ലാൻ പോകുമ്പോ അല്ലെങ്കിൽ പിന്നെ സുനിൽ അത്രമാത്രം വൈരാഗ്യത്തോടു കൂടിയുള്ള ആളാണ്. എന്താ എൻ്റെ അടുത്ത് നിന്ന് പിടിച്ചോ 2 അടിയെന്നൊന്നും കൊടുത്തിട്ട് വരും. ഇവര് പോയി എന്താ പറയണ പള്ളിയിലൊന്നും ആക്രമിച്ചിട്ടില്ല. മതപരിവർത്തനം എവിടെ നടത്തണം അവർ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരാരെയും തല്ലിയിട്ടില്ല. വേറെ മധ്യപ്രദേശിലാണ് ജാബുവ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കേട്ടിട്ടില്ലേ? ജാബുവയില് ഒരു ക്രിസ്ത്യാനിയെ ഒരു കന്യാസ്ത്രീനെ 4 പേര് ചേർന്ന് ബലാത്സംഗം ചെയ്തു. പിറ്റേ ദിവസം എല്ലാ പേപ്പറിലും വാർത്ത വന്നു, നൺ റേപ്ഡ് ബൈ മറ്റേ ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു, അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്ത 4 പേരും ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ ഇവരിങ്ങനെയാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, യു മേ ബി സർപ്രൈസ്ഡ്, യു വിൽ ബി ഷോക്ക്ഡ്. ഈ ഒറീസയില് ഒരു ആസ്ട്രേലിയൻ എന്താ ചുട്ടുകൊന്നു എന്ന് പറഞ്ഞു, ഗ്രഹാം സ്റ്റെയിൻ. അയാളുടെ 2 മക്കൾ, അയാളുടെ 2 കത്തി. സംഭവം നടന്ന എന്താ അറിയാമോ? ഇവര് മതപരിവർത്തന ക്യാമ്പുകൾ നടത്തുകയായിരുന്നു. അപ്പൊ ഈ കന്തമാലിലാണോ അതോ മറ്റേ മയൂർഭഞ്ചിലാണോ എന്ന് അറിയാൻ പാടില്ല.
ഇവര് ജംഗിൾ ക്യാമ്പ് നടത്തും രാത്രി. എന്നിട്ട് എല്ലാവരും ഈ ഗിത്താറൊക്കെ കൊണ്ടുവന്നിട്ട് പാട്ടൊക്കെ പാടി ക്യാമ്പ് ഫയർ ഉണ്ടാക്കും. ക്യാമ്പ് ഫയറിന് ചുറ്റും ഡാൻസ് കളിക്കും. ഇപ്പൊ ആൾക്കാർക്ക് ഈ യുവാക്കൾക്കൊക്കെ വലിയ ഹരമാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഈ വേടന്റെ പാട്ട് പോലത്തെ പാടി ഇയാള് മതപരിവർത്തനത്തിന് വേണ്ടി മാത്രം വന്നിരുന്ന ആളാണ്. വന്നിട്ട് ചെയ്യുന്നത് എന്താ, വിദേശികൾ ഇവിടെ വന്ന് മതം മാറ്റുന്നത് നിയമവിരുദ്ധമാണ്. മിഷണറി ഇവാഞ്ചലിസ്റ്റ്. അയാൾ മതപരിവർത്തനം മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. അയാൾ പോയി കുഷ്ഠരോഗികളുടെ ഇടയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ? ഡോക്ടറോ അല്ലെങ്കിൽ കമ്പൗണ്ടറോ എന്തെങ്കിലും ഇതുണ്ട്. അതൊന്നുമില്ല. ഏതാണ്ട് കേസ് ഉണ്ടാക്കിയത് എന്താ, പാവ ദാരാസിംഗ് ആൾക്കാരും കൂടി ഒന്ന് ജീപ്പിന് തീ വെച്ചു. സംഭവിച്ചത് എന്താന്ന് വെച്ചാല് ക്യാമ്പ് കഴിഞ്ഞിട്ട് കുറെ എല്ലാവരും പോയി. ഇവര് ഈ ക്യാമ്പ് ഫയറിനടുത്ത് ജീപ്പ് ഇട്ടിരുന്നത്. ജീപ്പിനകത്ത് അച്ഛനും ഈ മറ്റേ സ്റ്റെയിൻസുമായുള്ള 2 മക്കളും കിടന്നുറങ്ങി. കാറ്റ് ഭയങ്കരമായിട്ട് അടിച്ചപ്പോൾ തീ തൊട്ടടുത്തായിരുന്നു. ജീപ്പിന് തീ പടർന്നു പിടിച്ച് ജീപ്പ് കിടന്ന് കത്തിപ്പോൾ ആരുമില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ അവിടെ അതിന് മുമ്പ് ഒരിക്കൽ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ബജറംഗ് ദളിന്റെ നേതൃത്വത്തിൽ. ദാരാസിംഗ് ആണ് നയിച്ചത്. അയാളെ പിടിച്ച് നല്ല പ്രതിയാക്കി ഇടിച്ച് സത്യം പോലീസുകാരുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കാലം. അത് കഴിഞ്ഞ് എന്താ പറയണ കേസ് വന്നു. ഒരു IPS ഉദ്യോഗസ്ഥനുണ്ട്, അയാള് ജോലി രാജിവെച്ചിട്ട് ഈ ദാരാസിംഗിന് വേണ്ടി കേസ് വാദിച്ചു. അവസാനം വധശിക്ഷ എന്നുള്ളത് മാറ്റി ജീവപര്യന്തമാക്കി. ആ ജീവപര്യന്തം ശിക്ഷ ഓർഡർ ചെയ്ത ജഡ്ജ് ഈ IPSകാരൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്നറിയാമോ? സുഹൃത്തെ, എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് ഇത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം അയാൾ നിരപരാധിയാണെന്ന്. പക്ഷെ മോളിൽ നിന്നുള്ള ഓർഡറാണ്, അയാളെ വിടാൻ പറ്റൂല. അതുകൊണ്ടാണ് ആ പാവം ജയിലിൽ കിടക്കുന്നത്. അയാൾ വ്യക്തമായി അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഒരു തെളിവില്ല അതിനകത്ത്. അയാൾ അവിടെ പ്രകടനം നടത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അന്ന് പ്രകടനം നടത്തിയിട്ടില്ല. പക്ഷെ ഈ ഗ്രഹാം സ്റ്റെയിൻസ് കാണിച്ചത് ശുദ്ധ അസംബന്ധവും ശുദ്ധ പോക്രിതരായിരുന്നു. അയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിനെപ്പറ്റി വിശദമായിട്ടുണ്ട്. ടൈഡിങ് എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ ഇവാഞ്ചലിക്കൽ മാഗസിൻ ഉണ്ട്. ഈ ക്രിസ്ത്യാനികൾക്ക് നമുക്കില്ലാത്ത അതും അത് അവർക്കുള്ളതാണ്. അവർ ഈ മതപ്രചരണത്തെ കുറിച്ചിട്ട് ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ള മാസികകൾ. ആ മാസികയിൽ ഇയാൾ ഇവിടുന്ന് സ്ഥിരം എഴുതിക്കൊണ്ടിരുന്ന റിപ്പോർട്ട് ഗ്രഹാം സ്റ്റെയിൻസ് ആൻഡ് ഗ്ലാഡി സ്റ്റെയിൻസ് എന്നുള്ള പേരിൽ വരുമായിരുന്നു. അതിനകത്ത് ഞാൻ ഇന്ന് 15 പേരെ മതം മാറ്റി, ഞാൻ 4 കുരിശ് സ്ഥാപിച്ചു. പിന്നെ ഇവിടെ മയൂർ ബെഞ്ചിലുള്ള ആൾക്കാർ മുഴുവൻ അനിമസ് വർഷിപ്പേഴ്സ് ആണ്. അതായത് പാമ്പുകളെയും കുരങ്ങന്മാരെയും ഒക്കെ വർഷിപ്പേഴ്സാണ്. അവരെ ഞാൻ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ഡയറി കുറിപ്പുകൾ ടൈഡിങ്സിലുണ്ട്. ടൈഡിങ്സ് പറഞ്ഞ മാസികയിലുണ്ട്. പിന്നെ വേറൊന്നുള്ള ഇപ്പൊ ഈ പള്ളിയച്ചന്മാരെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നുണ്ടല്ലോ. ഉത്തരേന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ നാഗാലാൻഡ്, മിസോറാം, മേഘാലയ, ത്രിപുര ഇവിടെ ഉള്ളതിൽ മുഴുവൻ വനങ്ങള്, ഈ സീക്രട്ട് ഗ്രോവ്സ് ഉണ്ടല്ലോ, എന്താ പറയണ കാവുകൾ, അവിടുത്തെ കാവുകൾ മുഴുവൻ വെട്ടി നശിപ്പിച്ചത് ഈ ഇവാഞ്ചലിസ്റ്റുകളാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവിടെയുള്ള ട്രൈബൽസിന് വനത്തിനോടും വന്യമൃഗങ്ങളോടും അവർ ആരാധിക്കുമായിരുന്നു. ആ ആരാധന ഇല്ലാതാക്കാൻ അവരെ കൊണ്ട് ഇത് മുഴുവൻ വെട്ടി നശിപ്പിച്ചു. പിന്നെ എളുപ്പമാണ്. പിന്നെ തീർന്നു. ഇപ്പൊ 99% നാഗാലാൻഡിലെ ക്രിസ്ത്യാനികൾ കഴിഞ്ഞു. അപ്പൊ അവിടെ അവരുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് പറഞ്ഞു വി വാണ്ട് എ സെപ്പറേറ്റ് കൺട്രി, വി വാണ്ട് എ സെപ്പറേറ്റ് ക്രിസ്ത്യൻ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. നമ്മുടെ ആൾക്കാർ ഇത് എന്നാ മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം അല്ല, നമ്മുടെ ആളുകൾക്ക് മത സൗഹാർദ്ദത്തിന്റെ സെക്കുലറിസത്തിന്റെ അസുഖം ഉള്ളതുകൊണ്ട് ഇതൊന്നും പറയാൻ പാടില്ല. അത് മതേതരത്വം കുറെ കൂടി പറയട്ടെ. കാരണം ഇപ്പൊ സെക്കുലറിസം മാറിയപ്പോ സെക്കുലറിസം മാറിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ വിഷയങ്ങൾ കൂടുതൽ വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. ഏതായാലും ബഹുമാന്യനായ വളരെ സീനിയറായ മാധ്യമപ്രവർത്തകനായ ഒരുപാട് അനുഭവങ്ങൾ നേരിട്ടറിയാവുന്ന ശ്രീ കുമാർ ചെല്ലപ്പൻ സാർ നമ്മുടെ കൂടെ ഇനിയും ഉണ്ടാവും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യയിലെ ഒരു സഞ്ചരിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യം പോലും നമ്മൾ ഇതുവരെ കേട്ട് പഴകിയ, നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം, നമ്മുടെ മാധ്യമങ്ങളൊന്നും പറയാത്ത ഒരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം നമ്മളോട് മുന്നിൽ പറഞ്ഞത്. ഇപ്പോൾ നോക്കൂ, എത്ര കാലമായി പറയുന്നു മിഷണറിയെയും മക്കളെയും ജീപ്പിലിട്ട് ജീവനോടെ കത്തിച്ചു കൊന്ന ഭീകരൻ, ഹിന്ദു ഭീകരത എന്നൊക്കെ പറയുന്ന കളവ് ഇങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ്. ഇതൊക്കെ പറയാൻ നമ്മളേ ഉള്ളൂ.